നമസ്കാരം. വെജ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഹോം മെയ്ഡ് പനീറാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പനീർ അവൈലബിൾ ആണെങ്കിലും കുറച്ചുകൂടി ഹെൽത്തിയായി ടേസ്റ്റിയായി കുറച്ച് ക്വാളിറ്റി പനീർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ടു. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ഒരു പാത്രത്തിൽ 2 ലിറ്റർ പാല് നമുക്ക് തിളപ്പിക്കാം. ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും ഇളക്കണ തവിയും എല്ലാം നന്നായിട്ട് കഴുകിയിട്ടുണ്ടാവണം. എന്തെങ്കിലും കറിയൊക്കെ എടുത്തതിൻ്റെയൊക്കെ അംശങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. നന്നായി വൃത്തിയായി കഴുകിയെടുക്കണം. പാൽ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് തീ ഒന്ന് താഴ്ത്തി വയ്ക്കാം. അരികൊക്കെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. പനീർ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. എളുപ്പമാണ്. നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ് ഇപ്പോൾ ഒഴിച്ചത്. ഞാൻ ആകെ 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ഇപ്പോൾ ഒഴിച്ചത്. നമുക്ക് നോക്കിയിട്ട് ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിക്കാം. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ പിരിഞ്ഞ് വരണ പോലെ കാണാം നമുക്ക്. പക്ഷെ പോരാ, കുറച്ചും കൂടി ലൈം ജ്യൂസ് വേണം. അപ്പോൾ ബാക്കി 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു. ഇനി വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ സ്ലോ ഫയറിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് വരുന്നുണ്ട്. കറക്റ്റായിട്ടുണ്ട്. ശരിക്കും പാല് പിരിക്കുകയാണ് നമ്മൾ. ചിലർ വിനീഗർ ഒഴിച്ച് ചെയ്യും, ചിലർ ലൈം ജ്യൂസാണ്. ഞാൻ ലൈം ജ്യൂസ് ഒഴിച്ച് ചെയ്യാണ് പതിവ്. ഇനി നമുക്കൊരു ബൗളിൽ ഒരു ഓട്ടപാത്രം റെഡിയായി വെക്കണം. അതിൽ ഒരു വെള്ള തുണിയും വിരിച്ച് വെക്കണം. നനഞ്ഞ തുണിയായിരിക്കണം. ഒരു ഓട്ടപാത്രത്തിൽ അതിലേക്ക് ഒഴിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കാം. കുറച്ച് ചൂടുണ്ടാവും. സൂക്ഷിച്ച് അതൊന്ന് കൂട്ടിപ്പിടിച്ച് അതിലത്തെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പതുക്കെ കളഞ്ഞു വയ്ക്കാം. അതൊന്ന് തുറന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ബോട്ടിൽ ഐസ് വാട്ടർ ഒഴിക്കുകയാണ്. നല്ല തണുത്ത ഐസ് വാട്ടർ ഒഴിക്കുകയാണ്. ഏകദേശം 1 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് നന്നായി പിഴിഞ്ഞെടുക്കാം. ഇപ്പം നാരങ്ങയുടെ പുളിപ്പോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഐസ് വാട്ടർ ഒഴിച്ചത്. നന്നായി സ്ക്വീസ് ചെയ്ത് അതിൽ വെള്ളമൊക്കെ കളയാം.
അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെക്കണം. ഞാനിപ്പോൾ ദോശക്കല്ലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. അധികം ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഹെൽത്തി ആയിട്ട് കഴിക്കാമല്ലോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ 1.5 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞു. തുറന്നു നോക്കാം. നല്ല അസലായിട്ട് വന്നിട്ടുണ്ട്. നല്ല പനീറാണ്. ഒന്ന് മുറിച്ച് നോക്കാം. ഇത് ഏകദേശം 300 ഗ്രാം പനീറുണ്ട്. കോട്ടേജ് ചീസ് എന്നും പറയും പനീറിനെ. ഹെൽത്തിയാണ്, നല്ല പ്രോട്ടീനുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു മായം ഒന്നുമില്ല. സോ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. നന്നായി വന്നിട്ടുണ്ട്, നല്ല ബ്ലോക്കായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ പീസസ് ആക്കി എടുത്ത് വെച്ചിട്ടും സ്റ്റോർ ചെയ്യാം. ഫ്രീസറിൽ വെച്ചാൽ മതി. നമ്മൾ എന്തിനെങ്കിലും യൂസ് ചെയ്യണതിന് മുമ്പ് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് എടുത്താൽ മതി. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുകയെ അങ്ങനെയായാലും കുഴപ്പമില്ല. ഈ പനീർ നമുക്ക് 1 മാസം വരെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ മുറിച്ച് പീസാക്കിയിട്ടുണ്ട്. വെരി സോഫ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല പനീറാണ്. ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്വാദുള്ള പനീറാണ്. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.